നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരേണ്ട കടമ പോൽക്കില്ല, നമ്മൾ അലക്കേണ്ട കടമ പോൽക്കില്ല. പഴയ ആണുങ്ങൾക്കും അത് അറിയില്ല, പെണ്ണുങ്ങൾക്കും അറിയില്ല, അമ്മായിമാർക്ക് തീരെ അറിയില്ല. അവിടുത്തെ എല്ലാ കുണ്ടിയും പോരേണ്ടത് ഈ വന്ന മരുവളാണെന്നുള്ളവർക്കാണ് ഈ അമ്മായിമ ഉണ്ടാകുക. അതാണ് ഈ പെൺകുട്ടികളൊക്കെ അങ്ങനെ തീരുമാനം എടുത്തത്. പെൺകുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പണിയെടുക്കാനാണോ എന്നെ അവിടെ നോക്കാനാണ് എന്നെ കെട്ടിയെന്നൊക്കെ പറഞ്ഞാൽ ഈ സാധു അത് ഇപ്പൊ ആ കാലൊക്കെ പോയി. പെൺകുട്ടികൾക്കുള്ള കടമ പത്തുള്ളിൽ പറഞ്ഞത് ഇഹദാ മുമ്രാത്തിൻ തോന്നുമോ, പെണ്ണിന് അങ്ങോട്ട് ഹീർത്ത് തീർത്തു കൊടുക്കണമെന്ന്. ഓളത് അലക്കി കൊടുക്കണം, ഓക്ക് ചായങ്കടി ഉണ്ടാക്കി കൊടുക്കണം. കേട്ടില്ലേ? കേട്ടില്ല? ഇത് നിങ്ങൾ കേട്ടില്ല? ഇഹ്ദാമുറത്തിന് തോന്നുമ്പോൾ ഇതുവരെ കേട്ടില്ല. അതായത് ഒരു പാർപ്പാരത്തിലൊക്കെ ഉള്ള പെരിയെന്നാണ് നിങ്ങൾ കെട്ടിയെങ്കിൽ ഓളെ പെരയിൽ എല്ലാ അടുക്കള പണിക്കും ആളെ വെച്ച പെരയെന്ന് അവിടെ പോയിട്ടാണ് നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് നിങ്ങൾ പെരയിലും വെച്ചു കൊടുക്കണം. അതിന് നിങ്ങളത്തെ കായൽ നിങ്ങൾ ഇറങ്ങണം പണിക്ക്. ഓളതൊക്കെ നിങ്ങൾ തിരുമ്പിട്ട് കൊടുക്കണം, ഓളെ മാക്സിം അതിൻ്റെ അടിയുള്ളതൊക്കെ. ഇതൊക്കെ വ്യക്തമായിട്ട് കിതാബിൽ പറയുന്നുണ്ട്, വേണമെങ്കിൽ അറിഞ്ഞിരുന്നോളി. അതാണ് ഈ പറയണത്. അല്ല ഓലതൊക്കെ ഓല തന്നെ തിരുമ്പലും കുളിച്ചാലും വെച്ചുണ്ടാക്കലൊക്കെ വെച്ചെങ്കിൽ അങ്ങനെ പോട്ടെ നിൽക്കാം. എന്നാലും നിങ്ങൾക്ക് ഉണ്ടാക്കിയത് എൻ്റെ കടമയൊന്നും അതൊക്കെ ഒരു സൗഹാർദ്ദത്തിലും സൽസ്വഭാവത്തിന്റെ ഭാഗമായിട്ടും ചെയ്യേണ്ടതാണെന്ന് മനസ്സിലാക്കണം. എന്നോടൊന്നുള്ള ഒരാൾ പറയണ കുഞ്ഞിപ്പാക്ക, ഞാൻ എപ്പോൾ വന്നാലും എനിക്ക് ചോറൊക്കെ വിളമ്പിന്നതിനും നീച്ച് വരേണ്ടി വരും, ഞാനോട് വന്നേ എന്നെ വാടക വാങ്ങി കൊടുക്കും. തിരക്കടൊന്നുമില്ല, അല്ല കുഴപ്പമൊന്നുമില്ല, അതിന് നിർബന്ധമൊന്നും ആക്കാൻ പാടില്ല, അങ്ങനത്തെ കടമയൊന്നും നൽകില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴേ ഞാനത് അത്ര നല്ല ആളൊന്നും അല്ല കേട്ടോ, എന്നാലും എൻ്റെ രസം പറയണേ, നല്ല മാവ് കൂട്ടി വെച്ചോളൂ, അല്ല അപ്പൊക്കെ ചൂടാൻ വേണ്ടിയിട്ട് ഇന്നൊക്കെ കൂട്ടിയിട്ടല്ലേ. പക്ഷെ ഓള് സുബേഷ് കേസിൽ കിടന്നിറങ്ങിപ്പോയി. ഞാൻ എൻ്റെ എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവളെപ്പോഴും ഉറങ്ങുകയാണ്. അപ്പം ഞാനവിടെ അവലുണ്ട് കൊട്ടനവര്, അതും കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചാണ് പോകുന്നത്. അപ്പോൾ ഭയങ്കര പൂർത്തിയായി ഞാൻ പോരാ ഓള് നീച്ചു. ഞാനവിടെ ഉറങ്ങിവിട്ടേ. ഞാൻ അത്ര ഉഷാറൊന്നുമല്ല കേട്ടോ എന്നൊന്നും. അന്ന് കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഞാൻ കുറുമ്പൊക്കെ കാട്ടും, ഓളും കെട്ടും കാട്ടും. കഴിഞ്ഞ ആഴ്ച എൻ്റെ പേരുണ്ട സംഭവം അതാണ്. അപ്പോൾ ഓൾക്ക് എന്തൊരു പൂർത്തിയായി. ഞമ്മക്ക് എന്താ ഒരു കട്ടൻ ചായയും ഓരും പോരെ ഈ ക്ലാസ് എടുക്കാനൊക്കെ. ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യല്. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ വിളമ്പിയൊക്കെ തിന്നൊക്കെ ചെയ്യും. പിന്നെ എൻ്റെ ഒരു ഗുണം എൻ്റെ പെണ്ണുങ്ങൾ പറയുന്നത് ഒരു ഭക്ഷണത്തിന് കുറ്റം പറയില്ല, ടേസ്റ്റാന്ന് പറഞ്ഞിട്ട് വിശ്വാസമില്ലാത്ത കടയുള്ളൂ. ഇനിയിപ്പോൾ അല്ല നിങ്ങൾ കാര്യം പറയാൻ ചോദിക്കുന്നോട് വേണേ മനസ്സിലാക്കി പോയാൽ ഒരു കുറ്റം പറയാം. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കാണ് ഭക്ഷണമൊക്കെ നന്നായിട്ട് വരുന്നത്. ഇപ്പം എൻ്റെ പെണ്ണുങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയാൽ ചിലവൊക്കെ ഉഷാറൊക്കെ പറയലുണ്ട് ചിലവർ. ഇപ്പം ഞാനതിന് പറഞ്ഞ കാരണം അതാണ്. നമ്മളിങ്ങനെ ഉഷാറല്ലേ ഞാൻ ഉഷാറാന്ന് പറഞ്ഞാൽ അതങ്ങനെ ഉഷാറായി. ചിലപ്പില്ല, രസമില്ല, ടേസ്റ്റില്ല എന്ന് പറഞ്ഞാൽ വലിയടങ്ങാറായിട്ട് ഉണ്ടാക്കിയാണേ കാരണം. അതുമല്ല, ചിലപ്പോൾ നമ്മളൊരു വീട്ടിൽ ഞാനൊക്കെ പണ്ട് ചെയ്തതാണ്, പിന്നെയാണ് എനിക്ക് അന്തണ്ടായത്. വേറുള്ളിടത്തുള്ള രസം അവരോട് പറയും. ഒരു പൊടി പെണ്ണുങ്ങൾ ഇഷ്ടപ്പെടില്ല അത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് മൂല്യന്മാർക്കുള്ള ചിലവല്ലേ, അത് വലിയ മോശം ഉണ്ടാവില്ലല്ലോ. അത് ഓരോട് ഇവരോട് അറിയണ്ടോ, അതൊക്കെ പറഞ്ഞ് പെട്ട ആളാണ് ഞാൻ. അത് ഓള് പറയാം, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചിലവുള്ള ഉഷാറാക്കണ പോന്നിട്ട് അറിയണ്ടോ അവൻ ചോദിച്ചിട്ടുണ്ടോട്. ഇതൊക്കെ എല്ലാം ഉണ്ട്, എല്ലാ അനുഭവങ്ങളുണ്ട്. അങ്ങനെയൊന്നും ഓൾക്കൊരു കടമയൊന്നുമില്ല ഭക്ഷണം ഉണ്ടാക്കലും. ഓൾക്ക് ആകെയുള്ളൊരു കടമ ഹദീസിൽ പറഞ്ഞത് എപ്പോൾ ശാരീരിക ബന്ധത്തിന് ഇവൻ ആവശ്യപ്പെട്ടാലും ഓള് തയ്യാറാവണം. അയാളും കട്ടക്കാലൊന്നും ഇല്ല അല്ലെങ്കിൽ അവന് ഓക്ക് ഭയങ്കര കുറ്റമായിട്ടാണ് പറയുന്നത്. അവന്റെ വിരിപ്പിൽ അവന് ഇഷ്ടപ്പെടാത്ത ഒരാളെ പ്രവേശിപ്പിക്കരുത്. ഇത്രയ്ക്ക് കടമ പറഞ്ഞിട്ടുള്ളൂ. തിരിച്ച് അങ്ങോട്ടുള്ള കടമ ഭയങ്കരമാണ്.